ഹലോ ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നല്ലേ, ഇന്ന് പുളിച്ചോറാണ് കേട്ടോ. ടാമറിൻഡ് റൈസ് എന്നൊക്കെ പറയും. അപ്പോൾ ആന്ധ്രക്കാരുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള റൈസാണ്. പിന്നെ തമിഴ്നാട്ടുകാരും ഈ പുളിച്ചോറ് ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് ആന്ധ്രയിലാണ് കേട്ടോ ഇത് കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ളത്. പുളിയോഗാര എന്നൊക്കെയാണ് കേട്ടോ ഇവിടെ ആന്ധ്രക്കാരൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഇതിന് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. 2 വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേനെ നമുക്ക് ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് റൈസ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പുളിയോഗാര എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുളിച്ചോറിന് വേണ്ടിയിട്ടുള്ള പൗഡറാണ് കേട്ടോ. ഒരു പായ്ക്ക് പൗഡർ എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാൻ്റ് ആയിട്ടുള്ള മസാല പൗഡർ. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പുളിച്ചോറ് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പൗഡർ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ കുറച്ച് ഇതുപോലെ കടല മെയിനായിട്ട് വേണം. കടല, ഇതുപോലെ നമ്മുടെ കാഷ്യൂനട്ട്, ബദാം, ഇതൊക്കെ നമുക്ക് എണ്ണയിലോ നെയ്യിലോ ഒന്ന് വറുത്തിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ഇട്ടിട്ട് നമ്മൾ കുറച്ചധികം പുളിവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അത് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് അതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ഈ പൗഡർ കിട്ടുന്നില്ലെങ്കിൽ. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചന ദാലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ പൗഡർ ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഇതിനുള്ളിൽ ഇത് സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പുളിച്ചോറ് പറയുന്നത് നമുക്ക് ഒരു 3-4 ദിവസമൊക്കെ ഇങ്ങനെ ലോങ് ലാസ്റ്റായിട്ട് നിൽക്കുവേ. അതുകൊണ്ട് തന്നെ ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഒന്നും ആവശ്യമില്ല. കാരണം ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിൽ ആ മസാലയൊക്കെ അടങ്ങിയത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നെയ്യിൽ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് 2-3 തവണ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ഈ ഇൻസ്റ്റാൻറ്റ് പൗഡർ പറയുന്നത് എല്ലാം ഒന്ന് കുക്ക്ഡ് ആയിട്ടുള്ള പൗഡറല്ല. അതുകൊണ്ട് കടലയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ പൗഡറിൽ കടലയൊക്കെ ചെറുതായിട്ടേ കുക്കായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു അടപ്പ് മൂടി വെച്ചിട്ട് ഒന്ന് അതിന് റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ പുളിച്ചോറ് നല്ല റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തു വിടാൻ കൂടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആന്ധ്രയിലൊക്കെ ഫേമസ് ആണെന്ന് പറഞ്ഞല്ലോ, അന്ന് ഇവിടെയൊക്കെ ഫേമസ് ആയിട്ടില്ല. അപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മണിക്കുട്ടി ഉള്ളതുകൊണ്ട് കുഞ്ഞൂസ് അങ്ങനെ പെട്ടെന്ന് ആൾക്കാരായിട്ട് മിങ്കിളാവാൻ കുറച്ച് പണിയാണ്. മണിക്കുട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ആൾക്കാരുമായിട്ട് മിണ്ടേണ്ട ഒരു പണിയില്ല. കാരണം ഇവിടെ എല്ലാവരെ കൊണ്ടും മിണ്ടിപ്പിക്കുവേ. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി കൊണ്ടുവന്ന് അങ്ങനെ കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ച് ഇതൊരിക്കൽ ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നന്നായിട്ട് കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും